ഏത്തപ്പഴം ഒത്തിരി പഴുത്തു പോയെങ്കിൽ മാത്രം ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. 2 രീതിയിൽ ഇത് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഏത്തപ്പഴം വഴറ്റുന്നില്ല, പുഴുങ്ങുന്നില്ല. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ രുചിയേറും പലഹാരം തയ്യാറാക്കാനായി 2 ഏത്തപ്പഴം കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിൽ ഇടുക. കൂടെ 2 മുട്ടയും പൊട്ടിച്ചിടുക. ഇവിടെ കൂടുതൽ മധുരം താല്പര്യമുള്ളവർക്ക് 1/2 ടീസ്പൂൺ ഷുഗർ കൂടി ചേർക്കുക. ലേശം ഉപ്പും. എന്നിട്ട് ഇത് അരയ്ക്കാൻ ആവശ്യമായ 1/4 കപ്പ് പാലും കൂടി ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കുക. ഇനി ഒരു പാനിൽ 1 ടീസ്പൂണ് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ഏതെങ്കിലും നട്ട്സ് റോസ്റ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ആൽമണ്ട് ഫ്ലേക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ആൽമണ്ട് ഫ്ലേക്സ് കുറച്ച് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് റൈസിൻസ് ഉണക്കമുന്തിരി ആഡ് ചെയ്യാം. അതും റോസ്റ്റായി വീർത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ, കുറച്ച് ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂണ് ഷുഗർ ഇവയെല്ലാം കൂടി ഇട്ട് നന്നായി മീഡിയം ഫ്ലെയിമിൽ 1/2 മിനിറ്റ് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് മാറ്റി വെച്ച ശേഷം ഇനി അരച്ച പഴം മിക്സിലേക്ക് 1/4 കപ്പ് മൈദയോ ഗോതമ്പ് പൊടിയോ ചേർക്കുക. കൂടെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. ബേക്കിംഗ് പൗഡർ ചേർത്തില്ലെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതൊന്നുകൂടി ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് മാറ്റി വെക്കുക. ആദ്യം ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഉണ്ണിയപ്പച്ചട്ടിയിൽ നെയ്യ് ബ്രഷ് ചെയ്യുക. ഫ്ലെയിം ലോയിലാക്കുക. ഇനി ഓരോ കുഴികളിലും 1/2 ഭാഗം വീതം മാവ് ഒഴിക്കുക. മുകളിലായിട്ട് കോക്കനട്ട് മിക്സ് ഫില്ല് ചെയ്യുക. വീണ്ടും അതിൻ്റെ മുകളിൽ മാവ് എല്ലായിടത്തും വരത്തക്കവണ്ണം ഒഴിക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. 1/2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തിരിച്ചിടുക. കുറച്ച് കഴിഞ്ഞ് നമുക്കിതെടുത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. തേങ്ങയും പഴവും എല്ലാം കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലതായി പഴുത്ത പഴമല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറ ചുവയ്ക്കും. പഴുത്ത പഴമല്ലെങ്കിൽ അത് പുഴുങ്ങുകയോ അല്ലെങ്കിൽ വഴറ്റിയോ വേണം ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. അടുത്തതായിട്ട് ബാക്കി വന്ന മാവിൽ പകുതിയിൽ കൂടുതൽ മാവ് നെയ്യ് പുരട്ടിയ പാനിലേക്ക് ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കോക്കനട്ട് മിക്സ് വിതറുക. അതിനുശേഷം ബാക്കി മാവ് മുകളിൽ ഒഴിച്ചു കൊടുത്ത് മാവ് എല്ലായിടത്തും വരത്തക്കവണ്ണം പാത്രം അനക്കി കൊടുക്കുക. എന്നിട്ടിത് 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ മറ്റേ വശം കൂടെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇത് നെയ്യ് പുരട്ടിയ വേറൊരു പാനിലേക്ക് മാറ്റി 1/2 മിനിറ്റ് വേവിച്ചെടുക്കുക. നല്ല രുചിയേറും ഏത്തപ്പഴം പലഹാരം റെഡിയായി. ഏത്തപ്പഴത്തിൻ്റെ എല്ലാ വിഭവങ്ങളും നല്ലതാണ്. ഇതും അതുപോലെ നല്ലൊരു ടേസ്റ്റി 4 മണി പലഹാരമാണ്. ഈ ഹെൽത്തി ടേസ്റ്റി പലഹാരം ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ല ഒരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ഡേ.